പണ്ടത്തെ ഫോൺ ഇതിന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഈ സെലോ ടേപ്പ് ഒക്കെ വെച്ചിട്ട് വെച്ചു. ഇത്രയും വലിയ ഗതി കെട്ട പനി. അപ്പൊ നിനക്കല്ലേ സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറഞ്ഞു. എന്തിനാ പുച്ഛ? ഇതേവരെ വ്ലോഗിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും മേടിച്ചിട്ടില്ല. മെറി ക്രിസ്മസ് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവാണ്. ഈ ഫോണൊന്നും മേടിച്ചു തരാൻ പറ്റില്ല. ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാൻ പാടുള്ളത് എന്താ, അവര് ഭയങ്കര ബിസി ആയതുകൊണ്ട് അവരപ്പം അത് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഒരു ഡൗട്ട് അതിന്റെ ഉള്ളിൽ ഫോൺ തന്നെ ഉണ്ടോ എന്ന് പറയാൻ. അപ്പൊ നമ്മൾ എന്തായാലും ഇനി നെക്സ്റ്റ് എല്ലാവരെയും സർപ്രൈസ് ചെയ്ത് അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ റിച്ചുന് ഓൾറെഡി ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോൺ അതെങ്ങനെയാ മേടിച്ച് അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് സംഭവങ്ങളൊക്കെ എന്താന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പോയോ. ഹേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടോക്ക് സ്ട്രീം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കാർഡ് കൊടുക്കണമായിരുന്നു, ഫിസിക്കൽ കാർഡ് കൊടുക്കണമായിരുന്നു, ഡിജിറ്റൽ കാർഡ് കൊടുത്തിട്ട് കാര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കാറിലുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷ് അത് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ പിന്നെ പോയിട്ട് കഴിഞ്ഞ ആഴ്ചയാണത് നടന്നത്. ഈ ആഴ്ച നമ്മൾ പിന്നെയും വന്നേക്കാണ്. അങ്ങനെ എന്തായാലും ഇന്നെന്തായാലും നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവാണ്. എന്തായാലും അവിടെ ചെറിയ കാണാം. ഇവിടെ എഴുതി വെച്ചേക്കാണ് ആപ്പിൾ സ്മോൾ ബിസിനസ് എന്ന്. വളരെ സ്മോൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ സ്മോൾ ബിസിനസ്. ഇവിടെ ഇത്രയും കളേഴ്സാണ് ഉള്ളത്. അത് ബ്ലാക്ക് ഉണ്ട്. അപ്പൊ അത് ഏതാ വേണമെന്നുള്ള കൺഫ്യൂഷനിലിരിക്കണം. ബ്ലൂ വേണോ ബ്ലാക്ക് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ലാസ്റ്റ് നമ്മൾ ബ്ലൂ തന്നെയാണ് തിരഞ്ഞെടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഒരു നോർമൽ ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആയിരിക്കും. പക്ഷെ പിന്നെ ബ്ലൂ ആണ് നമ്മൾ എന്തായാലും എടുത്തത്. ഇതാണ് നമ്മുടെ സാധനം. കിട്ടി എന്തായാലും. ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആൾക്കാരും അവരുടെ യൂണിഫോമിന്റെ കളർ റെഡായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള ആൾക്കാരായിട്ടാണ് അവർ വിചാരിച്ചത്. എനിക്ക് തോന്നുന്നത് അവനെന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഇന്നലെയും കൂടെ അവൻ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 11-ാം തീയതി കാരണം കൂടെ എന്നെ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാ ഞാൻ ഓൾറെഡി നാട്ടിൽ മഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ വേറൊരു പുള്ളി ഉണ്ട്. ആ പുള്ളി മേടിച്ചിട്ട് വരും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഐഫോൺ തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഐഫോണൊന്നും മേടിച്ചു തരാൻ പറ്റില്ല, വല്ല ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും ഫോണൊക്കെ മേടിച്ചു തരാം, നിങ്ങൾക്ക് സ്റ്റോറേജ് ആണോ വേണ്ടേ എന്നൊക്കെ ഞാൻ വിളിച്ച് കൺഫേം ആക്കിയായിരുന്നു. അപ്പോൾ പറഞ്ഞു അവന് സ്ക്രീൻ സൈസ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല, അവന് അത്യാവശ്യം സ്റ്റോറേജ് കിട്ടിയാൽ മതി, ക്യാമറ നല്ലതാവണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടും അത് ഐഫോൺ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഐഫോൺ മേടിച്ചു തരാൻ പറ്റത്തില്ല, എന്തായാലും ഞാൻ നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അവൻ ഇന്ന് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ പറഞ്ഞു ഐഫോൺ പറയണം ഏതാണ്ട് ഫോണിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഐഫോണൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്നെ കൂടെ ഉറക്കെ പറയിപ്പിച്ച് ഐഫോൺ ഇല്ലാന്ന് നീ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ സ്പീക്കറിലൊക്കെ ഇട്ടത് പറയിപ്പിച്ച്. അപ്പം എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും തോന്നുന്നു. അവൻ്റെ എക്സ്പ്രഷൻ കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ അവൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ മുഖത്ത് അത്ര വരാത്ത സ്ഥിതിക്ക് വരാറില്ല. അപ്പം അതുകൊണ്ട് അവരെങ്ങനെ റിയാക്ട് ചെയ്തൊക്കെ അറിയാം. വളരെ നോക്കത്തായാലും ഞാൻ നാട്ടിൽ പോകാൻ എൻ്റെ എക്സൈറ്റഡ് ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ലോഗ് ഞാൻ എന്തായാലും അവന് സർപ്രൈസ് കൊടുക്കാൻ പോണ രീതിക്കുള്ള ആ സമയത്തായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ ഒരുമിച്ച്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ദേ ഇവിടെയാണ് വന്നതാണ്. ഇത് റൊബീന ടൗൺ സെൻറ്ററിലുള്ള ഒരു കഫേയാണ്. ഇവിടെ കുറേ കേക്ക്സും പിന്നെ സാൻഡ്വിച്ചസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ചിയ ബട്ടറാണ്. ഇവിടെ നിന്ന് എന്തായാലും ഇന്ന് ഇരിക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. നമ്മൾ ഇവിടെ ഇരിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാൻ ഒരു ക്യാപ്പച്ചിനോ അവനൊരു ഫ്ലാറ്റ് വൈറ്റാണ് ഓർഡർ ചെയ്തത്. എനിക്കിങ്ങനെ മറ്റേ മക്കിനകത്ത് മറ്റേ ഈ ഫാൻസി ആയിട്ട് ഡിസൈനൊക്കെ ചെയ്ത് വരുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കഫേയിലൊക്കെ പോയി കോഫി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ഭയങ്കര ബിസി ആയതുകൊണ്ട് അവരപ്പം അത് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അവർ ചെയ്യുമോ എന്ന് അറിയാൻ പാടില്ല, നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും കിട്ടുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു താഴത്തെ മറ്റേ ക്രിസ്മസ് ട്രീയുടെ ഒരു വ്യൂ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, കൊള്ളാം.
ഞാൻ വിചാരിച്ച ഒരു ചെയ്യില്ലാന്ന് പക്ഷെ അത് ചെയ്തു. പക്ഷെ അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, കാണിച്ചു തരാം. എൻ്റെ പൊന്നെ അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ കോഫിയൊക്കെ, എനിക്ക് ഇങ്ങനത്തെ ഫാൻസി കോഫീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം വേറെ രീതിയിൽ, ഒരെണ്ണം വേറെ രീതിയിൽ. പക്ഷെ എൻ്റെ ആയിരുന്നു അത്. അല്ല, എൻ്റെ അല്ല, എൻ്റെ ഡിസൈനും ഇതെൻ്റെ കോഫിയും. കുടിക്കില്ല കുടിക്കില്ല കുടിക്കില്ല, എനിക്കൊരു ഫോട്ടോ എടുക്കണം. എനിക്കിതായിരുന്നു വേണ്ട, പക്ഷെ എന്നാലും കുടിച്ചോ. എന്നാ എടുത്തോ. എൻ്റെ ഡിസൈൻ അതായിരുന്നു. എൻ്റെ ഡിസൈൻ അതും എൻ്റെ കോഫി ഇതുമായി പോയി. എന്തായാലും കഫൈനോട് നോ പറഞ്ഞ് കുറച്ച് നാളായിട്ട് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരി, എന്താണ് കുറച്ച് നാളുകൾക്ക് ശേഷം കോഫി കുടിക്കണേ. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാറുണ്ട്. ഷാരോണൊരു ഡൗട്ട്, അതിൻ്റെ ഉള്ളിൽ ഫോൺ തന്നെ ഉണ്ടോ എന്ന്. വളരെ ഒരു വിയേർഡായിട്ടുള്ള ഒരു ഡൗട്ട് ആയതുകൊണ്ട് നമ്മളത് അൺബോക്സ് ചെയ്യാന്ന് ഓർത്ത് ഇപ്പൊ തന്നെ. നമുക്കെന്തായാലും ഇപ്പൊ തന്നെ നമ്മളെ നാട്ടിൽ പോണ സമയത്ത് നമുക്ക് എന്തായാലും അത് തുറക്കേണ്ടി വരും. കേസെല്ലാം മേടിച്ചിടണം. പുത്രൻ വളരെ നന്നായിട്ട് അത് ഉപയോഗിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു കേസൊക്കെ മേടിച്ചിടാന്നാണ് വിചാരിച്ചോണ്ടിരിക്കണത്. അപ്പൊ അതെന്തായാലും ഒന്ന് തുറന്ന് നോക്കാണ് അവരെങ്ങനെയുണ്ട്, ഓക്കെയാണോ, എല്ലാം ഓക്കെയാണോ എന്ന്. അവളോക്കെ പിന്നെ എന്നിട്ട് അതുപോലെ തന്നെ ഒട്ടിച്ചു വെക്കാട്ടെ നമുക്ക്. അവൻ തുറന്നോട്ടെ. കൊള്ളാം, നല്ലതാണ്. ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്കിനേക്കാളും കാണാൻ ഇച്ചിരി ഒരു ലുക്ക് തോന്നിയത് ഇതാണ്. ഇവിടെ ഇരുന്നപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ച് നോക്കി. ഇതിൻ്റെ റൂഫ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പക്ഷെ ഞാൻ എന്തായാലും ഒട്ടും പ്രതീക്ഷയില്ല. അവർ നല്ല തിരക്കായിരുന്നു. അവർ വെച്ച ഈ സാധനം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അത് ചെയ്തു തന്നത് എന്തായാലും നന്നായി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും കോഫി കുടിക്കുകയാണ്, അതിനകത്ത് എന്തൊട്ട് എത്രപ്പെടുത്തുള്ളേ, നമ്മളെന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുമല്ലോ. പക്ഷെ എന്താണോ എനിക്കത് ഇങ്ങനെ കാണുമ്പോൾ കിട്ടണ ഒരു സന്തോഷമുള്ളത് വേറെയാണ്. ആ കോഫിയുടെ ഫോം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സെറ്റ്. പക്ഷേ കഫേനും ഇഷ്ടമല്ല, കോഫി ഇഷ്ടമാണെന്ന്. നമുക്കെന്തായാലും വന്നു. ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ചിയാബാട്ട, പിന്നെ അവൻ ഓർഡർ ചെയ്ത എന്താ ഓർഡർ ചെയ്ത നീ വേറെ എന്തോ ഒരു സാധനം. അതിൽ കാണാൻ രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഗ്ഗും ചീസും ഹാമും എന്താണ്ടൊക്കെ ഉണ്ട്, ടൊമാറ്റോ ഒക്കെ ഉണ്ട്. കൊള്ളാം. ടൊമാറ്റോ സോസ് അല്ലോ. ഓ, അതിൻ്റെ ഉള്ളിൽ എന്താ ടൊമാറ്റോ ഉണ്ട്. എങ്ങനെയുണ്ട്, നല്ലതാണോ? കൊള്ളാമോ? ടോസ്റ്റ് ചെയ്ത് നമ്മൾ ബണ്ണ് ടോസ്റ്റഡ് ആണ് മേടിച്ചത്. കൊള്ളാം. ആ ബ്രെഡ് നോക്കട്ടെ. കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ഫില്ലിങ് ഉണ്ടെന്ന് തോന്നുന്നുള്ളിൽ. ഇങ്ങനത്തെ എഗ്ഗ് അങ്ങനെ ഇരിക്കണോണ്ട്. എഗ്ഗല്ലേ ഇത്? ചീസാണോ അത്? അല്ല, ഈ വെള്ള ചീസാണല്ലേ? ഏത് വെള്ളം? ആ, അത് എഗ്ഗ്. ഞാൻ ആദ്യം കരുതി ഉണ്ണിയാണ്. കോഫി നല്ല കോഫി. ചോക്ലേറ്റ്. ഞാൻ എൻ്റെ ചിക്കൻ ചിയാബാട്ട ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇന്ത്യയാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം നീ ഓർഡർ ചെയ്യണത് അത് നല്ലതായിരിക്കും. ഞാൻ ഓർഡർ ചെയ്ത് തന്നത് തന്നെ കാണാം. നമ്മളൊക്കെ ഇനിയിപ്പോൾ കോഫി കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര വെള്ളം നയിക്കണം.
അപ്പോൾ വെള്ളം എടുക്കാൻ പോയേക്കാണ്. അവൻ സെൽഫ് സെർവ് ആണ്. അപ്പം വെള്ളം എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇവിടെ വന്നല്ലോ. ഒരു ഗ്ലാസ് കിട്ടിയോളൂ. താങ്ക് യു. നമുക്കത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനൊരു ടേക്ക് അവേയുടെ ഒരു ബാഗ് കൂടെ മേടിച്ചു. ഇതാണ് ഈ ഷോപ്പിൻ്റെ പേര്. കൊള്ളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മൾ കുറച്ച് മേടിക്കുന്നിടത്ത് നമ്മൾ കൂടുതൽ മേടിക്കും. അല്ല, കുറച്ച് ഉള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് മേടിക്കും. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് കൂടുതൽ മേടിക്കും. അറിയാൻ പറ്റില്ല. പക്ഷെ ഇനി നമുക്കറിയാം. കുഴപ്പമില്ല. എന്തായാലും ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് നല്ല വയറ് നിറച്ച് ഫില്ലായിട്ടിരിക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പിള്ളേരെ കുറച്ച് ബിസി ആയിട്ട് ഇരുത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കൊള്ളാം. നല്ലതാണ്. നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നേണ്ടത് നമുക്കൊരു മൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നേ വരെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ മൈക്ക് മേടിക്കാമെന്ന്. എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് അതിനകത്ത് കണ്ടിട്ട് നമുക്ക് അത്ര മനസ്സിലായില്ലായിരുന്നു. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൈക്കുള്ളൂ. വയർലെസ് റോഡിൻ്റെ മൈക്ക് മേടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കണേ. പുള്ളിക്കറിയാൻ പാടുള്ളത് എന്താണ്? അവരവിടെ തന്നെ അല്ലേ ജോലി ചെയ്യണേ? എനിക്കറിഞ്ഞൂടാ. ക്യൂവേ ഇന്റർവ്യൂ എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്താ നമുക്ക് അറിയാൻ പാടില്ല. ഞാൻ നോക്കണത് ശരിയാവുള്ളൂ. ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കണേന്ന് തോന്നുന്നു. പക്ഷെ ശരിക്കും ക്യാമറ അവിടെയാണ്. എന്തെങ്കിലും ആവട്ടെ, നോക്കാം. കൺഫ്യൂഷനാണ്. നമുക്കിവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 2 എണ്ണത്തിൽ ഏതെടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനാണ് കാണാം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ പറയണതൊക്കെ മൈക്കില്ലാണ്ടാണ് പറയണത്. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തിരക്കുള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഓഡിയോ ഒന്നും അത്ര ക്ലിയർ ആവണില്ല. ഇപ്പം നമ്മൾ ഭാവി നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ വ്ലോഗ് കണ്ടിട്ടുണ്ടാവായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് തരണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയാൻ പാടില്ല എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഇത് എപ്പോൾ വരുമെന്ന്. അപ്പം നമ്മൾ വിചാരിച്ചു അതിനാണ് മെയിൻലി നമ്മൾ ആ ഒരു മൈക്ക് മേടിക്കാൻ നമ്മൾ വിചാരിച്ചത് തന്നെ. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മളത് മേടിച്ചത്. ഞാൻ പറയുന്നത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനങ്ങനെ അത്ര ചിന്തിച്ചൊന്നല്ല പറയണേ. അതുകൊണ്ടാണ് അതങ്ങനെ റിപ്പീറ്റേഷൻ വന്നത്. യൂട്യൂബിന് വേണ്ടിയിട്ടൊരു സാധനം ഫൈനലി നമ്മൾ മേടിച്ച്. ഞാൻ കുറേ നാളെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഡബിൾ മൈൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേടിക്കണോ മേടിക്കട്ടെ ഇത്. അങ്ങനെ ഫൈനലി മേടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. നമ്മളിപ്പോൾ മേടിച്ചത് പോയാ നമ്മൾ അവൻ്റെ ഫോണിന് കേസ് മേടിക്കാൻ വേണ്ടി പോകണം. നമ്മളിപ്പോൾ ഈ ഒരു കേസാണ് കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഈ ഒരു കേസാണ് ഇത് ചെയ്തത്. പക്ഷേ ബ്ലൂ ഫോണാണ്, ബ്ലൂ കേസാണ്. പക്ഷെ ഇനി അവന് ബ്ലാക്ക് ആണോ എന്നറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് നോക്കിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതാണ് ബ്ലാക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫോണൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ ഇങ്ങനെ ചെരിച്ച് വെക്കാം. അത് നല്ലതാണ്. പക്ഷെ ബ്ലൂ മേടിക്കണം, ബ്ലാക്ക് മേടിക്കണോ? അല്ല, ഈ ഒരു സാധനമുള്ള നല്ലതാണല്ലോ അല്ലേ? ഇപ്പോൾ അതിന് ചെരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ചെരിച്ച് വെക്കാൻ ഒരു സപ്പോർട്ടായിട്ട് ഇരിക്കട്ടെ. ഇച്ചിരി കട്ടിയുള്ള ഇത് മേടിക്കണം. പുത്രൻ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഗ്രീൻ വേണ്ട, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് മതി. ബ്ലാക്ക് ആയിരിക്കും പ്രിഫർ ചെയ്യണം. പക്ഷെ ഫോൺ ബ്ലൂ ആയതുകൊണ്ട് ഇനിയും ബ്ലൂ ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ക്യാമറ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു റിങ് മേടിക്കണ്ടേ? നമ്മൾ സ്ക്രീൻ കാർഡ് ഇട്ടു. സ്ക്രീൻ കാർഡ് ഇട്ടു. നമ്മൾ ഈ ബ്ലാക്കിൻ്റെ സാധനം ബ്ലൂവിനായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊരു ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ബ്ലൂ തന്നെ ഒന്ന് ഇട്ട് നോക്കിയാലോ. ഇതൊരു ബ്ലൂ ആണ് കുറച്ചുകൂടെ നല്ലത് നമുക്ക് തോന്നണേ. ഇതുപോലെ ബ്ലൂ മതി. വേണം, ബ്ലൂ മതി. വേണം. കവറൊന്നും കളയാൻ പറ്റില്ല. പുത്രന് അങ്ങനെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടില്ലേ സാധനം എങ്ങനെയാ കൈ കിട്ടിയെന്ന്. അപ്പൊ ഇനി ഇത് ലൈക്ക് ഫോൺ എങ്ങനെ അവന് കൊടുക്കണേ എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. ഞാൻ ഇപ്പൊ എന്തായാലും അവനെ വിളിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് റിച്ചുവിന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവന് ഇച്ചിരി അധികം
സ്മാർട്ട് ബോയ് എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പപ്പയുടെ പണ്ടത്തെ ഫോൺ ഇതിന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഈ സെലോ ടേപ്പ് ഒക്കെ വെച്ചിട്ട് വെച്ചു. ഇനി ഇത് കാണുമ്പോൾ അവന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്ന പിന്നെ ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിക്കാണ്. എന്തായാലും ഇനി കണ്ടുപിടിക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നോക്കാം, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ആദ്യം കല്ലൊക്കെ ഇട്ട് നോക്കി, അതൊന്നും അത്ര സെറ്റ് ആയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഒട്ടിച്ച് സെറ്റ് ആക്കാണ്. നിനക്ക് എന്തെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റ് വേണോ? വേണോ വേണ്ടയോ? നീ എന്താ വേണ്ടത് പറ. ഫോണാ? നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്ത് ക്രിസ്മസ് ഗിഫ്റ്റാ വേണ്ടേ? വേഗം പറ. എന്റെ കയ്യിലൊരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോ നീ എന്താ എന്റെ അടുത്ത് പറഞ്ഞേ? ഫോൺ എനിക്ക് വേണ്ട, നീ പൈസ തന്നാ മതി എന്ന് പറഞ്ഞ ഓർക്കണ്ട. പൈസ വന്നപ്പോ വണ്ടി നോക്കാം. അപ്പൊ അതുകൊണ്ട് മെറി ക്രിസ്മസ് ഒന്ന് കാണിച്ചേക്ക്. ഇച്ചിന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് നല്ലതാണോ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ഇതിന്റെ സെയിം വൈറ്റ് ആയിരിക്കും കൊടുത്തു. സന്തോഷായ നീ? സന്തോഷായ? ഹാപ്പി സാറ്റിസ്ഫൈഡ് ആണോ നീ? നിനക്ക് ഫോൺ വേണ്ടല്ലേ? മെറി ക്രിസ്മസ് ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങാൻ ഹോസ്റ്റലിൽ ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങാൻ പൈസ ഇല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒരു ഗിഫ്റ്റ് പേപ്പർ വാങ്ങാൻ നിനക്ക് പറ്റില്ല, മോശം. അങ്ങനെ ഇത് ചെയ്ത് പൊട്ടിച്ചാ മതി. എന്ത് ഫോണായിരിക്കും എന്നാണ് നീ വിചാരിക്കണേ? എനിക്കറിയില്ല. പറ, എന്ത് ഫോണായിരിക്കും? നീ പറ. അത് കണ്ടു. എന്ത് കണ്ടു? സാംസങ് കണ്ടു. പറ, എന്ത് ഫോണായിരിക്കും? സാംസങ് കണ്ടു. ഉറപ്പാണോ? സാംസങ് കണ്ടു. ശരി. അതെ, പൊളിച്ചപ്പോ അതൊന്ന് പൊളിച്ചായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ചോദിക്കുമായിരുന്നു അവര്. അപ്പൊ പുതിയ ഫോൺ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാ. പിന്നെ നിനക്ക് സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറഞ്ഞല്ലോ നീ. അത് ഞാൻ എടുത്തോളാന്നല്ലേ പറഞ്ഞു. സെക്കൻഡ് ഹാൻഡ് എങ്ങനെയുണ്ട്? റിവീലിംഗ് ഹൗ യു ഫീൽ? ഹാപ്പി? പൊട്ടിക്കട്ടെ. നിനക്ക് ഒരു മിനിറ്റ് ടൈം മൊമെന്റ്. വേറെ സമയമില്ല, ഫുഡ് കഴിക്കണം. ഓ കാണിക്ക്. ഇത് പപ്പയുടെ അല്ലേ? പപ്പയുടെയാ? ഇത് പപ്പയുടെ ഫോണല്ലേ? പപ്പയുടെയാ? പുതിയ ഫോണാണത്, സെക്കൻഡ് ഹാൻഡ്. അത് ശരി. പിന്നെ അല്ലാണ്ട് ഇത് ഓണാവൂലേ? സെക്കൻഡ് ഹാൻഡ് അല്ലേ? ചാർജ് ചെയ്യണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഫുഡ് കഴിക്കാം. ഇത് പപ്പയുടെ ഫോണല്ലേ? പപ്പയുടെ ഫോണാണ്. എങ്ങനെയാ? പപ്പയുടെ നീല കളറായിരുന്നു. ഇതിനെക്കാളും ഈ ഫോണാ. ഈ ഫോൺ പൊട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞേ. നീ കാശ് എന്നാ മതിയായിരുന്നു പറഞ്ഞേ. ഓക്കെ, ഹാപ്പി ഹാപ്പി. ഓണാവട്ടെ, ഓണാവോ നോക്കട്ടെ. ക്യാച്ച്. സന്തോഷായ? ഹാപ്പി? ഹാപ്പി. ഐഫോൺ ഇട്ടാത്തതിന് വിഷമം മാറിയാ? എന്തിയെ? ഓണാവട്ടെ. എന്തിനാ പുച്ഛ? ഓണാവട്ടെ. പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലല്ല. ഇത് പപ്പയുടെ അല്ല. പിന്നെ പപ്പയുടെ ഈ കളറായിരുന്നു. പിന്നെ ഇത് പപ്പയുടെ. ക്രിസ്മസ്. എന്തേ ഇതും പറ്റിക്കാണോ? ഇതും പറ്റിക്കാണോ? പറ്റിക്കാണോ?
നോക്കിയേ പച്ചക്കാണോ നോക്കിയേ. ഏതാ 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 പച്ചക്കാണോ? നീ ബാക്ക് നോക്കിയേ. ഇനി പച്ചക്കാണോ നോക്കിയേ. അതും പച്ചക്കാണോ? എനിക്കാണോ? അല്ല എനിക്ക്. എനിക്കാണോ? എനിക്കാണോ? പച്ചക്കാണോ? ഇത് ഏതാ ഫോണെന്നറിയോ? എനിക്കറിയില്ലല്ലോ. ഏതാ ഇതേതാ? 17. 17. 17. ക്രിസ്മസ്. തരുമെന്ന് വിചാരിച്ചില്ല. അതൊന്നും തരുമെന്ന് വിചാരിക്കുന്നേ. സന്തോഷായ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിട്ട്? സെറ്റായ? ഏത് ഫോണാ കിട്ടിയപ്പേ? iPhone 17. സമാധാനായ? ഓക്കെ ആയ? ഹാപ്പി? ഇപ്പൊ ഹാപ്പി ആയ? അത് പപ്പയുടെ വിവോ ഫോൺ വേണായിരുന്നാ? ഹാപ്പി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നോക്കിയുടെ വില കുറഞ്ഞ ഫോണാ മേടിച്ചു തരുള്ളൂന്ന്? നീ നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ സ്പീക്കർ ഇട്ട് പറയിപ്പിച്ചില്ലേ? അതെ, ഇവ എന്റെ ഫോണിൽ കേൾക്കാത്തോണ്ട് ഞാൻ സ്പീക്കർ ഇട്ടിരുന്നേ. അതെ 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 അതെ. എന്നിട്ട് എന്നോട് ഉറക്കം പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉറക്കം പറഞ്ഞു വില കുറഞ്ഞ ഫോണാ മേടിച്ചു തരുള്ളൂ. വില കുറഞ്ഞല്ല, ഐഫോൺ വാങ്ങിച്ചു തരില്ല അത് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ കിട്ടിയേ? ഇപ്പൊ കിട്ടിയത്